ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ ഈസ്റ്റർ ഒക്കെ? ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇത് കേട്ടോ. കുക്കർ ബിരിയാണിയാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും കൂടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് അത് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ അരച്ച ഒരു പേസ്റ്റാണ്. അങ്ങനെ അതിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, പിന്നെ ചിക്കൻ മസാല ഒരല്പം, ഇത് ഇത്രയും കൂടെ ഇളക്കി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിനകത്തേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ആഡ് ചെയ്യണം. അങ്ങനെ അതൊന്ന് വഴണ്ട് വരുമ്പോൾ നേരത്തെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഒരു മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മസാല പുരട്ടി വെച്ച ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് മാക്സിമം, അതായത് ചിക്കൻ്റെ ഒരു 30% വേവുന്നത് വരെ തീയിൽ തന്നെ നമ്മളിങ്ങനെ വെച്ചേക്കാം. ചിക്കനകത്ത് ഞാൻ പുരട്ടി വെച്ചിരുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിന്റെ പേസ്റ്റ്, ഉപ്പ്, കുറച്ച് തൈര്, ഒരു മുറി നാരങ്ങ നീര്, ഒരു അല്പം മഞ്ഞപ്പൊടി, പിന്നെ ഒരല്പം ചിക്കൻ മസാല, ഇത്രയായിരുന്നു. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരി, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. വെള്ളം ഞാൻ നേരത്തെ തന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് തിളപ്പിക്കുന്നുണ്ട്. അങ്ങനെ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. പിന്നെ അതിലേക്ക് നല്ല രീതിയിൽ മല്ലിയില, അതുപോലെ തന്നെ പുതിനയില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരൊറ്റ വിസിൽ മാത്രമേ കേൾക്കേണ്ടതുള്ളൂ. അങ്ങനെ നല്ല സൂപ്പർ കുക്കർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കൂടെ സലാഡ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്, കുഞ്ഞുവാവയ്ക്കും കൊടുത്തു. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, ഈസിയാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയുമാണ്. ഒരുപാട് മസാലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പച്ചമുളകിൻ്റെ ചെറിയ ഒരു എരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും കഴിക്കാനായിട്ട് നല്ലതായിട്ട് പറ്റും. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. ബൈ ഗായ്സ്.